ഹായ് മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കെയിൻസ് എന്ന് പറയുന്ന ഹൈഡ്രോ കാർബൺസിൻ്റെ ഭാഗം എന്താക്കി ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹൈഡ്രോ കാർബൺസിലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മൾ പറയുന്ന ആൽക്കീൻസ്. ഡബിൾ ബോണ്ടഡ് ആയ, നേരത്തെ ഏക ബന്ധനമുള്ള കോമ്പൗണ്ടുകളായിരുന്നു, ഇവിടെ ദ്വിബന്ധനമുള്ള ഡബിൾ ബോണ്ടഡ് ആയ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആൽക്കീൻസ് എന്നുള്ള പേരിൽ വിളിക്കുക. ഈ ആൽക്കീൻസിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n ആണ്. എത്ര കാർബൺ ഉണ്ടോ അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ ഉണ്ടാവും. ആൽക്കീനുകളുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n എന്നാണ്. അതായത് ഇപ്പോൾ 2 കാർബൺ ആണെങ്കിൽ C2, ഹൈഡ്രജൻ എത്ര എണ്ണം വരും? 4 എണ്ണം വരും, H4. ഇനി 3 കാർബൺ ആണെങ്കിൽ C3H6, 4 കാർബൺ ആണെങ്കിൽ C4H8. ഇങ്ങനെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ടോ അതിൻ്റെ ഇരട്ടി ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ഈ പറയുന്ന ആൽക്കീൻസിനകത്ത് ഉണ്ടാവുക. ആൽക്കീനുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒലീഫീൻസ് പറയാറുണ്ട്. ആൽക്കീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഒലീഫീൻസ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ആൽക്കീനുകളെ ഒലീഫീൻ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ദീസ് ആർ ദ കോമ്പൗണ്ട് ഹാവിങ് എ ടെൻഡൻസി ഫോർ ഓയിൽ ഫോമിങ്. ഓയിലുകൾ ഉണ്ടാക്കാനുള്ള കഴിവുള്ളവ, ഓയിലുകൾ ഉണ്ടാക്കുന്നവ. അതുകൊണ്ടാണ് നമ്മൾ ആൽക്കീനുകളെ ഒലീഫീൻസ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ആലോചിക്കുക, ഡബിൾ ബോണ്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയ കോമ്പൗണ്ടുകളാണ് ആൽക്കീനുകൾ. ആൽക്കീനുകളുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? CnH2n ആണ്. ഇമ്പോർട്ടൻ്റ് ആണത്. ആൽക്കീനുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണെന്ത്? ഒലീഫീൻസ് എന്നാണ് നമ്മൾ പറയുക. റെഡി? ഇനി നമുക്ക് ഈ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളായ ആൽക്കീനുകളുടെ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കാം. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഡബിൾ ബോണ്ട്? കേട്ടോ, ഏതൊരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എടുത്താലും ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം അതാണ്. ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഡബിൾ ബോണ്ട്. ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ്. ഊരിപ്പോന്നല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടാണ് ആദ്യത്തെ ആൽക്കീൻ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എന്ന് പറയുന്ന C2H4. ഇപ്പോൾ C ഡബിൾ ബോണ്ട് C H H H H C2H4. വളരെ സിംപ്ലസ്റ്റ് ഫോമിലാണ് സാറിപ്പോൾ വരച്ചിരിക്കുന്നത് കേട്ടോ. ഈ C2H4 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ C2H4ലെ ഓരോ കാർബൺ എടുത്ത് നോക്കിയാലും ഓരോ കാർബണിനകത്തും 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ട്. ഓരോ കാർബൺ എടുത്തു നോക്കുമ്പോഴും അതിനകത്ത് 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഉണ്ട്. ഈ കാർബണിനകത്ത് 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. ഈ കാർബണിനകത്തും 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. റെഡി? ഈ 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ 2 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി ബോണ്ടിങ്ങിൽ ഏർപ്പെടും. 3ൽ 2 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകൾ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഇനിയൊന്ന് ബാക്കിയില്ലേ? ആ ബാക്കിയുള്ള ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റലാണ് തൊട്ടടുത്ത കാർബണുമായി സിഗ്മ ബോണ്ട് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം തന്നെ സിഗ്മ ബോണ്ടാണ് കേട്ടോ. 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലായിരുന്നു കാർബണിനകത്തുള്ളത്. അതിൽ 2 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായി സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു അല്ലേ?
ബാക്കി വരുന്ന ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ തൊട്ടടുത്ത കാർബണുമായിട്ട് സിഗ്മ ബോണ്ട് എന്താക്കുന്നു, ഫോം ചെയ്യിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത കാർബണിലെ കാര്യം ഒന്ന് പറഞ്ഞേ. തൊട്ടടുത്ത കാർബണിലും നമ്മൾ കാണുന്ന കാഴ്ച ഇതേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അല്ലേ? തൊട്ടടുത്ത കാർബണിലും നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെയാണ്. അതായത് തൊട്ടടുത്ത കാർബണിലെ ഈ കാർബണിലും 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുണ്ട്. അതിൽ 2 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ബോണ്ടിങ്ങിൽ എന്താവും, ഏർപ്പെടും. 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലിൽ 2 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായി കൂടിച്ചേർന്ന് സിഗ്മ ബോണ്ട് എന്താവും, ഫോം ചെയ്യും. റെഡി? ഇനി റിമൈനിങ് ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഇല്ലേ, അത് തൊട്ടടുത്ത കാർബണുമായി ഇതേപോലെ സിഗ്മ ബോണ്ട് എന്താവും, ഫോം ചെയ്യും. റെഡി? ഈ കാർബണിലെ ബാക്കി വരുന്ന ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റലും ഈ കാർബണിൽ ബാക്കി വരുന്ന ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റലും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു സിഗ്മ ബോണ്ട് എന്താകുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ എത്ര സിഗ്മ ബോണ്ടായി മക്കളെ? 1, 2, 3, 4 ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള 5. ഇനി ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടാത്ത അൺഹൈബ്രിഡൈസ്ഡ് ആയ p ഓർബിറ്റൽ ഉണ്ട്. ഒരു ബോണ്ടിങ്ങിലും പങ്കെടുക്കാത്ത അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ ഉണ്ട്. ഈ p ഓർബിറ്റലിന് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് ഈ ഒരു പൈ ബോണ്ട് എന്താകുന്നത്, ഫോം ചെയ്യുന്നത്. കാർബണിന്റെ വാലൻസി 4 അപ്പം 3 sp3 ഹൈബ്രിഡ് ഓർബിറ്റലുകളാണ്. 2 ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായി ബോണ്ടിങ്ങിൽ ഏർപ്പെടും. ഇനി ബാക്കി വരുന്ന ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ തൊട്ടടുത്ത കാർബണുമായി ബോണ്ടിങ്ങിൽ എന്താവും, ഏർപ്പെടും. ഇനി ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടാത്ത തരത്തിലുള്ള അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റലുണ്ട്. അവർ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് പൈ ബോണ്ട് എന്താകുന്നത്, ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന ഒരു ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ. റെഡി? ഏത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ഈ ഒരു രൂപത്തിലുള്ള സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് തിങ്. അടുത്ത കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാണ്. വി ക്യാൻ ബി ഡിസ്കസ് അബൌട്ട് ദെയർ ഐസോമെറിസം. നമ്മൾ പറയുന്ന ഈ ആൽക്കീനുകളുടെ ഐസോമെറിസം ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൽക്കീനുകൾ എന്തു തരം ഐസോമെറിസമാണ് പങ്കെടുക്കുന്നത്? പൊതുവെ ആൽക്കീനുകളെല്ലാം തന്നെ 2 തരം ഐസോമെറിസത്തിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വൺ ഈസ് സ്ട്രക്ചറൽ ഐസോമെറിസം, and again there is a second one, we can be say it as geometrical isomerism. ഇങ്ങനെ 2 തരം ഐസോമെറിസം ആണ് എല്ലാ ആൽക്കീനുകളും എന്താക്കുന്നത്, കാണിക്കുന്നത്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്, മറ്റൊന്ന് ജിയോമെട്രിക്കൽ ഐസോമെറിസം ആണ്. സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ കാർബണുകൾക്കകത്തുള്ള ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമെറിസത്തെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH, CH2 CH3, ഇതാണ് നമ്മൾ പറയുന്ന ബ്യൂട്ട് 1 ഈൻ. ഇനി CH2 CH ഡബിൾ ബോണ്ട് CH, CH3, ഇതാണ് നമ്മൾ പറയുന്ന ബ്യൂട്ട് 2 ഈൻ. ഇങ്ങനെ കാർബണിനകത്തുള്ള ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമെറിസത്തെയാണ് സ്ട്രക്ചറൽ ഐസോമെറിസം എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. ഇവിടെ ബ്യൂട്ട് 1 ഈനും ബ്യൂട്ട് 2 ഈനും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷനിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അതൊരു സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്. ഇനി രണ്ടാമതാണ് നമ്മൾ പറയുന്നത് ജിയോമെട്രിക്കൽ ഐസോമെറിസം. നോക്കുക,
സാധാരണഗതിയിൽ തൊട്ടു മുന്നത്തെ ഹൈഡ്രോ കാർബണായ ആൽക്കെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ആൽക്കെയിനുകൾക്ക് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ആ ബോണ്ടിലൂടെ ആ മൊളിക്യൂളിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ? അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കൺഫർമേഷൻസ് ഉണ്ടാക്കും എന്നുള്ള കാര്യവും നമ്മൾ എന്താക്കി പറഞ്ഞു. ഇവിടെ നമ്മുടെ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് ആയ കോമ്പൗണ്ടാണ്. ഡബിൾ ബോണ്ടഡ് ആയ കോമ്പൗണ്ടുകൾ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി അഥവാ റൊട്ടേറ്റ് ചെയ്താലും അവിടെ ബോണ്ട് ബ്രേക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ആൽക്കീനുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾ ആയതുകൊണ്ട് സാധാരണ സിംഗിൾ ബോണ്ട് പോലെ അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ദർ ഇസ് എ ചാൻസ് ഫോർ ദി ബ്രേക്കിംഗ് ഓഫ് ദി ഡബിൾ ബോണ്ട്. അവിടെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോമെട്രിക്കൽ ഐസോമറിസം എന്നാണ് നമ്മൾ ഇതിനെ എന്താക്കുക പറയുക. ബേസിക്കലി ജിയോമെട്രിക്കൽ ഐസോമറിസത്തെ നമ്മൾ രണ്ടായി തരംതിരിക്കും. വൺ ഈസ് സിസ് and another one is trans. കേട്ടോ, കൺഫർമേഷൻ കാണിക്കാൻ പറ്റാത്തതിന് പകരമായി ഈ പറയുന്ന ആൽക്കീനുകൾ കാണിക്കുന്ന ഒരു തരം ഐസോമറിസമാണ് നമ്മൾ പറയുന്ന ജിയോമെട്രിക്കൽ ഐസോമറിസം. ജിയോമെട്രിക്കൽ ഐസോമറിസത്തെ പൊതുവെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് സിസും മറ്റൊന്ന് ട്രാൻസും. നോക്കൂ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നതിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കും. ഇഫ് ആൽക്കീൻ ദാറ്റ് ക്യാൻ ഹാവ് ദ സെയിം ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റഡ് ഓൺ ദി സെയിം സൈഡ്, ദിസ് ഈസ് കോൾഡ് സിസ്. ഏതൊരു ആൽക്കീനിനകത്തും ഒരേ ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ പ്രസൻറ്റഡ് ആണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സിസ്. ഏത് ആൽക്കീൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ശരി, ആ ആൽക്കീനിനകത്ത് ഒരേ ഗ്രൂപ്പുകൾ, അത് ഫങ്ഷണൽ ഗ്രൂപ്പ് ആവട്ടെ മറ്റേതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പുകളാവട്ടെ, സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ പ്രസൻറ്റഡ് ആണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സിസ് എന്നാണ് നമ്മൾ പറയുക. സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലാണ് പ്രസൻറ്റഡ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്. ഇതാണ് നമ്മൾ പറയുന്ന ജിയോമെട്രിക്കൽ ഐസോമറിസം. സെയിം ഗ്രൂപ്പുകൾ സെയിം സൈഡിൽ പ്രസൻറ്റഡ് ആണെങ്കിൽ സിസും, ഓപ്പോസിറ്റ് സൈഡിൽ പ്രസൻറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ് എന്നുമാണ് നമ്മൾ എന്താക്കുക പറയുക. ഇപ്പോൾ നോക്കൂ, നിങ്ങളോട് ബ്യൂട്ട് 2-ഈനിൻ്റെ ജിയോമെട്രിക്കൽ ഐസോമറിസം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ബ്യൂട്ട് 2-ഈൻ. അപ്പോൾ ആദ്യം ഇതിലെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് വരയ്ക്കുക. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ഇനി അതിൽ 2 H ഉണ്ട്, 2 CH3 ഉണ്ട്. CH3 ആണ് എടാ. 2 H ഉണ്ട്, 2 CH3 ഉണ്ട്. 2 H-ഉം ഒരേ സൈഡിലും 2 CH3 ഒരേ സൈഡിലും. നോക്ക്, CH CH3 CH CH3. 2 H-ഉം ഒരേ സൈഡിലും 2 CH3യും ഒരേ സൈഡിലും വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സിസ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ഇനി ഈ H2 ഓപ്പോസിറ്റ് സൈഡിലാണ് പ്രസൻറ്റഡ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. വരയ്ക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. സെയിം സൈഡിൽ സെയിം ഗ്രൂപ്പ് പ്രസൻറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സിസ് എന്നാണ് പറയുക. സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലാണ് പ്രസൻറ്റഡ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. അപ്പോൾ സിസും ഉണ്ട് ട്രാൻസും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്താക്കണം? ആലോചിക്കണം. റെഡി? ഇതിൽ സിസും ട്രാൻസും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ട്രാൻസിനാണ് കേട്ടോ. ട്രാൻസ് കോമ്പൗണ്ടുകൾക്കാണ് മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക.
കാരണം സിസ് ഗ്രൂപ്പിനകത്ത് അതിനൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും. ട്രാൻസ് ഗ്രൂപ്പിനകത്ത് സെയിം ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്താവും, ക്യാൻസൽ ചെയ്തു പോവും. അപ്പം നെറ്റ് ഇഫക്റ്റിൽ എന്താ ഉണ്ടാവുക, ഡൈപോൾ മൊമെൻ്റ് 0 ആണ്. ഡൈപോൾ മൊമെൻ്റ് 0 ആണെങ്കിൽ അത്തരം കോമ്പൗണ്ടുകൾക്ക് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും കേട്ടോ. എന്നാൽ തുടങ്ങിയാലോ ബാക്കി. Then there is a next thing we can be discuss about preparation of alkenes. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആൽക്കീനുകളുടെ പ്രിപ്പറേഷൻ ആണ്. ഹൗ വിൽ യു പ്രിപ്പയർ ആൽക്കീൻ? ആൽക്കീനുകളെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൽക്കീനുകളുടെ ഒന്നാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ആൽക്കൈൻസ്. ട്രിപ്പിൾ ബോണ്ടഡ് ആയ ആൽക്കൈനുകൾക്കകത്ത് നിന്നാണ് നമ്മൾ ആദ്യം എന്താക്കുന്നത്, സിന്തസൈസ് ചെയ്യുന്നത്. ആൽക്കൈനുകളെ നമ്മൾ റിഡക്ഷൻ നടത്തുന്നു. റെഡി? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ആൽക്കൈനുകൾക്കകത്തേക്ക് ഹൈഡ്രജൻ എന്താക്കുന്നു, ആഡ് ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ പലേഡിയം ബാർ കാർബൺ അല്ലെങ്കിൽ സോഡിയം ബാർ ലിക്വിഡ് അമോണിയയാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് എന്താക്കുന്നത്, ഉപയോഗിക്കുന്നത്. ആൽക്കൈനുകളെ നമ്മൾ റിഡക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജനെ എന്താക്കുന്നു, ആഡ് ചെയ്യുന്നു. ഇവിടെ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നത് പലേഡിയം ബാർ കാർബണിൻ്റെ പ്രസൻസിലോ അല്ലെങ്കിൽ സോഡിയം ബാർ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിലോ ആണ് നമ്മൾ എന്താക്കുന്നത്, ആൽക്കൈനുകളെ റിഡക്ഷൻ എന്താക്കുന്നത്, നടത്തുന്നത്. നോക്കാം നമുക്ക്. ഞാനൊരു ആൽക്കൈൻ എടുക്കുന്നു, CH ട്രിപ്പിൾ ബോണ്ട് CH. ആൽക്കൈൻ അണ്ടർഗോ റിഡക്ഷൻ. റിഡക്ഷൻ മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. നമ്മൾ നടത്തുന്നത് പലേഡിയം ബാർ കാർബണിൻ്റെ പ്രസൻസിലാണ്. ട്രിപ്പിൾ ബോണ്ടഡ് ആയ ആൽക്കൈനുകളെ റിഡക്ഷൻ നടത്തുന്നു. നമ്മൾ റിഡക്ഷൻ നടത്തുന്നത് ആരുടെ പ്രസൻസിലാണ്, പലേഡിയം ബാർ കാർബണിൻ്റെ പ്രസൻസിലാണ്. റിഡക്ഷൻ നടത്തുന്ന സമയത്ത് ഈ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഡബിൾ ബോണ്ടഡ് ആയിട്ട് എന്താവും, മാറും. ഈ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ഡബിൾ ബോണ്ടഡ് ആവും. ഇനി അതിനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യണ്ടേ, H2. അപ്പോൾ രണ്ട് സൈഡും ഓരോ ഹൈഡ്രജന് വീതം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് CH2 CH2. നിങ്ങളിൽ ആഡ് ചെയ്യാൻ 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് CH2 ഡബിൾ ബോണ്ട് CH2. റെഡി? ക്ലിയർ അല്ലേ? എന്നാൽ വേറെ ഒന്ന് നോക്കാം നമുക്ക്. ദിസ് ഈസ് CH3 C ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2 ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം ബാർ ലിക്വിഡ് അമോണിയ. ഒന്ന് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. ആദ്യം എന്താ ചെയ്യേണ്ടത് മക്കളെ, ഈ ട്രിപ്പിൾ ബോണ്ടിനെ എന്താക്കുക, ഡബിൾ ബോണ്ടഡ് ആക്കുക. അപ്പോൾ CH3 C ഡബിൾ ബോണ്ട് CH3 C ഈ ട്രിപ്പിൾ ബോണ്ട് മാറി അവിടെ എന്താവും, ഡബിൾ ബോണ്ട് ആവും, ഡബിൾ ബോണ്ട് CH. ഇനി എന്താ ചെയ്യേണ്ടത്, അതിനകത്തേക്ക് ഹൈഡ്രജൻ എന്താക്കണം, ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലേക്കും ഓരോ ഹൈഡ്രജനെ വീതം എന്താക്കണം, ആഡ് ചെയ്യണം. ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, CH എന്ന് വരും. ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, CH2 എന്നെന്താവും, വരും. റെഡി? ഒന്നാമത്തെ സിന്തസിസ് മനസ്സിലായോ? ഫ്രം ആൽക്കൈൻസ് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്താൽ അത് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിട്ട് എന്താവും, മാറും. ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റുകളാണ് പ്രധാനം. ഒന്ന് പലേഡിയം ബാർ കാർബൺ ആണ്, മറ്റൊന്ന് സോഡിയം ബാർ ലിക്വിഡ് അമോണിയയുമാണ്. ഇനി രണ്ടാമത്തെ സിന്തസിസ് നമ്മൾ പറയുന്നത് ഇതാണ്, ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്. ഫ്രം ആൽക്കൈൽ ഹാലൈഡ്സ്.
റെഡി. ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്നുള്ള ഈ ഒരു സിന്തസിസിനെ നമ്മൾ മറ്റു രണ്ട് പേരിൽ കൂടി പറയാറുണ്ട്. ഒന്ന് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബീറ്റ എലിമിനേഷൻ എന്നും പറയാറുണ്ട്. 3 പേരിലാണ് ഈ റിയാക്ഷൻ അറിയപ്പെടുന്നത്. ഒന്ന് ആൽക്കൈൽ ഹാലൈഡിനകത്ത് നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, അതുമല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ബീറ്റ എലിമിനേഷൻ. നോക്കുക, CH3 CH2 Cl in the presence of alcoholic KOH. റെഡി. CH3 CH2 Cl എന്ന് പറയുന്ന ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOHുമായിട്ട് എന്താക്കുന്നു, റിയാക്ട് ചെയ്യിക്കുന്നു. മക്കൾ ശ്രദ്ധിക്കണേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ആണ്. ഇതിൽ ആദ്യം ഈ കെയും ഈ Clഉം കൂടി KCl ആയിട്ട് എന്താവും, പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൽ നിന്ന് ഹാലജനും ആ പൊട്ടാസ്യം കെയും Clഉം കൂടി KCl ആയിട്ട് എന്താവും, പോവും. ഇനി ഇതാണ് ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ. ഇനി തൊട്ടടുത്ത കാർബണിൽ നിന്ന്, ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിൽ നിന്നല്ല, തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഒരു Hഉം ഈ OHും കൂടി വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്തു പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണിന് തൊട്ടടുത്ത കാർബണിൽ നിന്ന് Hഉം ആ OHും കൂടി വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്ത് എന്താവും, പോവും. ഇനി എന്താ ബാക്കിയുള്ളത് എന്നൊന്ന് പറയൂ. ഇവിടെ ഒരു CH2 ബാക്കി, ഇവിടെ ഒരു CH2 ബാക്കി. അത് CH2 ഡബിൾ ബോണ്ട് CH2 ആയിട്ട് എന്താവും, മാറും. ആൽക്കീൻ ആയിട്ട് എന്താവും, മാറും. നോക്കണേ മക്കളെ, ഹാലജൻ കോമ്പൗണ്ട് ആണ് ആൽക്കൈൽ ഹാലൈഡുകൾ. ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ടാവും, ഹാലജനും ഉണ്ടാവും. ഈ ആൽക്കൈൽ ഹാലൈഡിനെ ആൽക്കഹോളിക് KOHുമായിട്ടുള്ള റിയാക്ഷനെയാണ് നമ്മൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറയാനുള്ള കാരണം ഹൈഡ്രജനും ഹാലജനും എലിമിനേറ്റ് ചെയ്തു പോകുന്നുണ്ട്. റെഡി. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറയുന്നത്. ഈ ആൽക്കൈൽ ഹാലൈഡിനകത്ത് നിന്ന് ഹാലജനും ഈ കെയും കൂടി KCl ആയിട്ട് പോവും. ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണല്ല, അതിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് Hഉം OHും കൂടി വാട്ടറായി എലിമിനേറ്റ് ചെയ്തു പോവും. ബാക്കിയുള്ളത് ആൽക്കീനായി മാറുകയും ചെയ്യും. റെഡി. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ കാർബൺ. അതിന് തൊട്ടടുത്തുള്ള കാർബണിനെയാണ് ബീറ്റ കാർബൺ എന്ന് പറയുക. ആ ബീറ്റ കാർബണിനകത്ത് നിന്നാണ് ഹൈഡ്രജൻ പോയത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ബീറ്റ എലിമിനേഷൻ എന്നുള്ള പേരെന്താക്കുന്നത്, വിളിക്കുന്നത്. റെഡി. ഇനി വേറൊരു എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കൂ. CH3 CH2 CH2 Br in the presence of alcoholic KOH. ഒന്ന് സ്വന്തമായിട്ട് ചെയ്തേ. CH3 CH2 CH2 Br in the presence of alcoholic KOH. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണിത്. CH3 CH2 CH2 Br in the presence of alcoholic KOH. കിട്ടിയോ? എളുപ്പമല്ലേ സംഗതി? എന്താ സംഭവിക്കുക? ഈ കെയും ഈ BRഉം കൂടി KBr ആയിട്ട് പോവും. ആ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ, ഇതാണ് ബീറ്റ. ഈ ബീറ്റ കാർബണിലെ ഒരു Hഉം ഈ OHും കൂടി വാട്ടറായി എലിമിനേറ്റ് ചെയ്തു പോവും. ബീറ്റ കാർബണിലെ Hഉം
ഈ OHും കൂടി വാട്ടറായിട്ട് എന്താവും എലിമിനേറ്റ് ചെയ്തെന്താവും പോവും. ഒറ്റ മിനിറ്റ് മക്കളെ, പെന്ന് ലീക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നു. റെഡി. ഇനി ബാക്കി എന്താ ഉള്ളത് നോക്കിക്കേ. ഇതിനകത്ത് ഇനി എന്താ ബാക്കിയുള്ളത്? ഈ CH3 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? CH. ഇനി ബാക്കിയുള്ളത് CH2. ഇവിടുന്നല്ലേ പോയത്, അപ്പൊ അത് ഡബിൾ ബോണ്ട് ആവും. CH3 CH ഡബിൾ ബോണ്ട് CH2 എന്നായിട്ട് എന്താവും മാറും. ഇതാണ് നമ്മൾ പറയുന്ന രണ്ടാമത്തെ റിയാക്ഷൻ. ഏത്? ആൽക്കഹോളിക് KOHനകത്ത് നിന്നുള്ള റിയാക്ഷൻ. എൻ്റെ കൈ ആകെ നാറി കേട്ടോ. റെഡി, ക്ലിയർ. ഇതിനെയാണ് നമ്മൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്നുള്ള പേരെന്താക്കുക പറയുക. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തതാണ് ഫ്രം വിസിനൽ ഹാലൈഡ്സ്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിന്തസിസ് ആണ് ഫ്രം വിസിനൽ ഹാലൈഡ്സ്. വിസിനൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോൾ അടുത്തടുത്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ മുകളിലായി ഹാലജൻ പ്രസൻറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ ഹാലൈഡ്സ് എന്നാണ് പറയുക. അടുത്തടുത്തിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ മുകളിലായി ഹാലജൻ പ്രസൻറ്റഡ് ആണെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വിസിനൽ ഹാലൈഡ്സ് എന്നാണ് നമ്മൾ എന്താക്കുക പറയുക. ഈ പറയുന്ന വിസിനൽ ഹാലൈഡിനെ സിങ്ക് മെറ്റലുമായിട്ട് നമ്മൾ എന്താക്കുന്നു? റിയാക്ട് ചെയ്യിക്കുന്നു. ഈ പറയുന്ന വിസിനൽ ഹാലൈഡിനെ സിങ്ക് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് നോക്കണം, ഈ ZNഉം ഈ 2 Br കൂടി ZnBr2 ആയിട്ട് എന്താവും മാറും. ZNഉം ഈ 2 Br കൂടി എന്താവും? ZnBr2. ഇനി ബാക്കിയുള്ളത് CH2 അല്ലേ? അത് ആൽക്കീനായിട്ട് മാറും. CH2 ഡബിൾ ബോണ്ട് CH2. റെഡി? പറഞ്ഞ കാര്യം ഓർക്കണേ. അടുത്തടുത്തിരിക്കുന്ന 2 ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ മുകളിലായി ഹാലജൻ പ്രസൻറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വിസിനൽ ഹാലൈഡ്സ് എന്നാണ് പറയുക. വിസിനൽ ഹാലൈഡുകളെ സിങ്ക് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഈ ZNഉം ഈ 2 Br കൂടി ZnBr2 ആയിട്ട് മാറും. CH2 ഡബിൾ ബോണ്ടഡ് ആയ ആൽക്കീൻ ആയിട്ട് എന്താവും മാറും. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ആൽക്കഹോൾസ്. ആൽക്കഹോൾസിനകത്ത് നിന്നുള്ള സിന്തസിസ് ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി? ആൽക്കഹോളിനകത്ത് നിന്ന് എങ്ങനെ സിന്തസൈസ് ചെയ്യാം? ആൽക്കഹോളുകൾക്കകത്ത് നിന്ന് നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഡീഹൈഡ്രേഷൻ. ആൽക്കഹോളുകൾക്കകത്ത് നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, വെള്ളത്തെ വലിച്ചെടുക്കുന്ന സമയത്ത് അത് ആൽക്കീനായിട്ട് എന്താവും മാറും. ആൽക്കഹോളിനകത്ത് നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. ഈ കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ പ്രസൻസിൽ ആൽക്കഹോളിനകത്ത് നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ആൽക്കീൻ ആയിട്ട് എന്താവും മാറും. ഇതാണ് നമ്മൾ പറയുന്ന അടുത്ത റിയാക്ഷൻ, ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. നോക്കൂ, CH3 CH2OH undergo dehydration in the presence of concentrated H2SO4. കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ പ്രസൻസിൽ ആൽക്കഹോളിനെ നമ്മൾ എന്താക്കുന്നു? ഡീഹൈഡ്രേഷൻ നടത്തുന്നു. കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ പ്രസൻസിൽ ആൽക്കഹോളിനെ ഡീഹൈഡ്രേഷൻ നടത്തുമ്പോൾ വാട്ടർ അല്ലേ എലിമിനേറ്റ് ചെയ്തു പോവുക. ഇതാണ് ഒന്നാമത്തെ കാർബൺ, ഇതാണ് രണ്ടാമത്തെ കാർബൺ. ഒന്നാമത്തെ കാർബണിൽ നിന്ന് OHും രണ്ടാമത്തെ കാർബണിൽ നിന്ന് Hഉം വാട്ടറായി എലിമിനേറ്റ് ചെയ്തു പോകും.
ഒന്നാമത്തെ കാർബണിൽ നിന്ന് OHും രണ്ടാമത്തെ കാർബണിൽ നിന്ന് Hഉം വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്തെന്താവും പോവും. ഇനി എന്താ ബാക്കിയുള്ളത്? CH2 അല്ലേ ബാക്കി. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് ആൽക്കീൻ CH2 ഡബിൾ ബോണ്ട് CH2. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇതൊന്ന് ചെയ്തു നോക്ക്. CH3 CH2 CH2 OH ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4. പെട്ടെന്നാവട്ടെ, എന്താണ് കിട്ടുക പ്രോഡക്റ്റ് നോക്കൂ. കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. എന്താ സംഭവിക്കുക? ഒന്നാമത്തെ കാർബൺ കേട്ടോ, ഒന്നാമത്തെ കാർബണിനകത്ത് നിന്ന് നമ്മുടെ OH അല്ലേ, ഒന്നാമത്തെ കാർബൺ ഇതാണ് 1 2 3 നമ്പറൊക്കെ ഇട്ടോണ്ടി. ഒന്നാമത്തെ കാർബണിൽ നിന്ന് OHും രണ്ടാമത്തെ കാർബണിൽ നിന്ന് Hഉം വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്തു പോകും. ഒന്നാമത്തെ കാർബണിൽ നിന്ന് OHും രണ്ടാമത്തെ കാർബണിൽ നിന്ന് Hഉം വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്തു പോവും. ഇനി എന്താ ബാക്കിയുള്ളത്? CH3 CH അല്ലേ, CH3 CH ഡബിൾ ബോണ്ട് CH2 എന്നാവും. CH3 CH ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ എന്നായിട്ട് എന്താവും, മാറും. ഇതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. റെഡി? കുറേ സിന്തസിസ് പറഞ്ഞു അല്ലേ, കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഓരോന്ന് കുറേശ്ശെ ആയിട്ട് നോക്കിയും കൊണ്ട് പഠിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭൗതിക സ്വഭാവങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭൗതിക സ്വഭാവങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ആദ്യത്തെ 3 പേര് ഗ്യാസസ് ആണ്. ആൽക്കീനുകളിൽ ആദ്യത്തെ 3 പേര് ഗ്യാസസ് ആണ്. തുടർന്ന് വരുന്ന 14 എണ്ണം ലിക്വിഡുകളാണ്. അതിൻ്റെ മുകളിലേക്ക് വരുന്നതെല്ലാം തന്നെ സോളിഡുകളുമാണ്. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറയുന്നത്. ആൽക്കീനുകളിൽ ആദ്യത്തെ 3 എണ്ണം ഗ്യാസസ് ആണ്. തുടർന്ന് വരുന്ന 14 എണ്ണം ലിക്വിഡ്സ് ആണ്. അതിനുശേഷം വരുന്ന എല്ലാം തന്നെ എന്താണ്, സോളിഡ്സ് ആണ്. റെഡി? ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആൽക്കീൻ എന്ന് പറയുന്നത് നോൺ പോളാർ ആണ്. നോൺ പോളാർ ആണ്. ആൽക്കീനുകൾ നോൺ പോളാർ ആയതുകൊണ്ട് തന്നെ വാട്ടറിൽ എന്താണ്, ഇൻസോല്യൂബിൾ ആണ്. വെള്ളത്തിൽ എന്താവൂല, കലങ്ങൂല. കാരണം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, പോളാർ ആണ്. ആൽക്കീൻ നോൺ പോളാർ ആണ്, അതുകൊണ്ട് വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, പോളാർ ആണ്. അപ്പോൾ ആൽക്കീൻ എവിടെയാ പിന്നെ ഡിസോൾവ് ചെയ്യുക? നോൺ പോളാർ ആയിട്ടുള്ള ഓർഗാനിക് സോൾവെന്റിൽ, ബെൻസീനിലോ കാർബൺ ടെട്രാക്ലോറൈഡിലോ ഇതെന്താവും, സോൾവെന്റിലൊക്കെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും. പോളാർ ആയ സാധനങ്ങൾ മാത്രമേ പോളാർ ആയ സോൾവെന്റിൽ ഡിസോൾവ് ആവുകയുള്ളൂ. നോൺ പോളാർ ആയ സാധനങ്ങളെല്ലാം തന്നെ നോൺ പോളാർ ആയ സോൾവെന്റിലാണ് എന്താവുക, ഡിസോൾവ് ആവുക. ഇനി മൂന്നാമത്തെ പ്രത്യേകത നമ്മൾ പറയുന്നത് ഇതാണ്. അതായത് ആൽക്കീൻസിൻ്റെ കേസിൽ എത്ര കണ്ട് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നുവോ അത്ര കണ്ട് ബോയിലിംഗ് പോയിന്റ് എന്താവും, കൂടും. ആൽക്കീനുകൾക്കകത്ത് എത്ര കണ്ട് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നുവോ അതിനനുസരിച്ച് മോളിക്കുലാർ മാസ് കൂടുകയും ബോയിലിംഗ് പോയിന്റ് കൂടുകയും എന്താവും, ചെയ്യും. എന്നാൽ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്യുക. സാധാരണ ആൽക്കെയിൻസിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. എത്ര കണ്ട് കാർബണാറ്റങ്ങളുടെ എണ്ണം കൂടുന്നുവോ അത്ര കണ്ട് മോളിക്കുലാർ മാസ് കൂടും. അതുവഴി എന്തു കൂടും, ബോയിലിംഗ് പോയിന്റ് എന്താവും, കൂടും. എന്നാൽ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയുകയാണ് എന്താകുന്നത്, ചെയ്യുന്നത്. കേട്ടോ? ഇനി നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരാം.
കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം നമുക്ക്. CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. ഡബിൾ ബോണ്ടിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്താൽ അതെന്തായിട്ട് മാറുക? സിംഗിൾ ബോണ്ടായി മാറുകയാണല്ലേ ചെയ്യുക. അപ്പോൾ ഈ ഡബിൾ ബോണ്ടഡായ CH2 ഡബിൾ ബോണ്ട് CH2യിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യണു? H2 ആഡ് ചെയ്യണു. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് എന്താവും? സിംഗിൾ ബോണ്ട് ആവും. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 എന്നാവും. ഇനി H2നെ ആഡ് ചെയ്യണ്ടേ? രണ്ട് സൈഡിലേക്കും ഓരോ ഹൈഡ്രജനെ വീതം ആഡ് ചെയ്യുക. അപ്പോൾ CH3 എന്നായിട്ട് എന്താവും? മാറും. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ. CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. ഈ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എന്താവും? സിംഗിൾ ബോണ്ടായി മാറാൻ തുടങ്ങും. ഈ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എന്താവും? സിംഗിൾ ബോണ്ട് ആവും. ഇനി ഇവിടെയല്ലേ ഡബിൾ ബോണ്ട് പൊട്ടിച്ചത്? അതിൻ്റെ രണ്ട് സൈഡും ഹൈഡ്രജനെ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഒരു ഹൈഡ്രജനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് H2 ആവും. ഇവിടെ ഒരു ഹൈഡ്രജനെ ചേർത്ത് കൊടുക്കുമ്പോൾ അതെന്താവും? H3 എന്നായിട്ട് എന്താവും? മാറും. റെഡി? ക്ലിയർ? നെക്സ്റ്റ് വൺ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. അടുത്ത റിയാക്ഷൻ ആണ് നമ്മൾ പറയുന്നത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. അതായത് HClO, HBrO, HIO പോലുള്ള ഹൈഡ്രജൻ ഹാലൈഡുകളുടെ അഡീഷൻ നോക്കുക. ഫോർ എക്സാമ്പിൾ CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. ഞാനൊരു ആൽക്കീൻ എടുത്തിട്ട് ആ ആൽക്കീനിനകത്തേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് എന്താക്കുകയാണ്? ആഡ് ചെയ്യുകയാണ്. CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. ഇവിടെ നമുക്ക് ഈ ഒരു അഡീഷൻ പഠിക്കുമ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റൂളാണ് മാർക്കോണിക്കോസ് റൂൾ ഓഫ് അഡീഷൻ. മാർക്കോണിക്കോസ് റൂൾ എന്നാണ് അതിനെ നമ്മൾ പറയുക. ഈ മാർക്കോണിക്കോസ് റൂളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഏതൊരു ആൽക്കീനിലേക്കും നിങ്ങൾ ആൽക്കൈൽ ഹാലൈഡുകളെ ആഡ് ചെയ്യുമ്പോൾ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ വേണം ഈ ആൽക്കൈൽ ഹാലൈഡിലെ നെഗറ്റീവ് അഡൻഡം ചേർത്ത് കൊടുക്കാൻ. അതായത് എവിടെയാണോ ഡബിൾ ബോണ്ട് ഉള്ള ഭാഗത്ത് ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ വേണം നിങ്ങൾ ഹാലജനെ ചേർത്ത് കൊടുക്കാൻ. നെഗറ്റീവ് അഡൻഡത്തെ, നെഗറ്റീവ് ചാർജ് ഉള്ളവരെ ചേർത്ത് കൊടുക്കാൻ. ഇതാണ് മാർക്കോണിക്കോസ് റൂൾ എന്താക്കിയത് പറഞ്ഞത്. ഇപ്പോൾ ആൽക്കീനിനകത്ത് രണ്ട് സൈഡും ഒരേ എണ്ണം കാർബണാറ്റമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഡബിൾ ബോണ്ടിൻ്റെ ഇരുവശവും വ്യത്യസ്ത എണ്ണം കാർബണാറ്റങ്ങളാണ് ഉള്ളത് എങ്കിൽ എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ വേണം നിങ്ങൾ നെഗറ്റീവ് അഡൻഡം, അതായത് നെഗറ്റീവ് ചാർജുള്ള ഹാലജനെ ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു റൂളിനെയാണ് നമ്മൾ മാർക്കോണിക്കോസ് റൂൾ ഓഫ് അഡീഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇത് ആദ്യം ഈ ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കുക. CH3CH സിംഗിൾ ബോണ്ട് CH2. ഇനി ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇരുവശവും നോക്കുക. ഇവിടെ ഒരു ഹൈഡ്രജൻ ആണ്, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. എവിടെയാണോ കുറവ് എണ്ണം ഹൈഡ്രജൻ ഉള്ളത് ഇവിടെയല്ലേ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തത്. അതിൻ്റെ ഇരുവശത്തും എവിടെയാണോ കുറവ് എണ്ണം ഹൈഡ്രജൻ ഉള്ളത് അവിടെ വേണം ഹാലജനെ ചേർത്ത് കൊടുക്കാൻ. മറ്റേ ഭാഗത്ത് Hനെയും എന്താക്കണം? ചേർത്ത് കൊടുക്കണം. റെഡി? ഈ ഒരു റൂളിനെയാണ് നമ്മൾ മാർക്കോണിക്കോസ് റൂൾ ഓഫ് അഡീഷൻ എന്ന് പറയുക. മക്കൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക്. CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl ഒന്ന് ചെയ്തേ. പെട്ടെന്ന് ചെയ്യൂ, സ്പീഡാക്കൂ.
റെഡി? എന്താ ചെയ്യേണ്ടത്? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും അല്ലേ? എന്നിട്ട് എവിടെയാ ലീസ്റ്റ് ഹൈഡ്രജൻ ഉള്ളത്? ഇവിടെ. അവിടെ വേണം നിങ്ങൾ ഹാലജൻ, അതായത് നെഗറ്റീവ് അഡൻറ്റത്തെ ചേർത്ത് കൊടുക്കാൻ. മറ്റേ ഭാഗത്ത് നിങ്ങൾ ആരെയും ചേർത്ത് കൊടുക്കണം? എച്ചിനെയും ചേർത്ത് കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ മാർക്കോണിക്കോസ് റൂൾ ഓഫ് അഡീഷൻ എന്നുള്ള പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. ക്ലിയർ? റെഡി? മനസ്സിലായോ സംഗതി? എല്ലാവർക്കും പിടികിട്ടിയോ കാര്യം? റെഡിയല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു.